കുറുവാ സംഘം നാട്ടിലിറങ്ങിയതോടെ ആലപ്പുഴക്കാർക്കും എറണാകുളത്തുകാർക്കും ഉറക്കമില്ലാതായി. ദേഹത്തെണ്ണയും കരിയുമായി രാത്രി മോഷണത്തിനിറങ്ങുന്ന കുറുവാ സംഘം ആരാണ്, എങ്ങനെയാണ് ഇവരുടെ മോഷണ രീതിയെന്ന് നോക്കാം. ചിലപ്പോൾ കുപ്പിയും പാട്ടയും എടുക്കാൻ വരുന്നവരുടെ വേഷത്തിൽ, ചിലപ്പോൾ ചൂൽ വിൽപ്പനക്കാരുടെ രൂപത്തിൽ, ചിലപ്പോൾ കമ്പിളിപ്പൊതുപ്പുകാരുടെ വേഷത്തിൽ. ലക്ഷ്യമിടുന്നത് ഇടത്തരം വീടുകൾ. പകൽ സമയത്ത് വീടുകൾ നിരീക്ഷിച്ചു വയ്ക്കും. കുറുവാ സംഘം കേരളത്തിലെത്തിയതോടെ എറണാകുളത്തും ആലപ്പുഴയിലും ജനങ്ങളുടെ ഉറക്കം കിട്ടും. എവിടെ എപ്പോൾ കള്ളൻ കയറുമെന്നോർത്ത് പേടിയോടെ കഴിയുകയാണ് ആളുകൾ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത് തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള സംഘമാണ് കുറുവാ സംഘം എന്നറിയപ്പെടുന്നത്. ആയുധധാരികളായ സംഘമെന്ന് അർത്ഥം. മോഷണത്തെ തൊഴിലായി കാണുന്ന ഇവർക്ക് പിന്നിൽ വലിയൊരു സംഘമുണ്ടാകും. ഇവരിൽ നിന്ന് കുറഞ്ഞത് 3 പേരാകും ഒരിടത്ത് മോഷ്ടിക്കാൻ പോകുന്നത്. ദേഹം മുഴുവൻ എണ്ണയും കരിയും തേച്ചു പിടിപ്പിക്കും. പിടിക്കപ്പെട്ടാൽ വഴുതി രക്ഷപ്പെടാനാണിത്. അർദ്ധനഗ്നരായി മുഖം മറച്ചാകും ഇവരെത്തുക. ഷർട്ടും മുണ്ടും അരയിൽ തിരുകി ഒരു നിക്കറിടും. ഇത് മാത്രമാണ് വേഷം. രാത്രി വീടിനു പുറത്തെ പൈപ്പ് തുറന്നിട്ടോ കുട്ടികളുടേതുപോലെയുള്ള ശബ്ദമുണ്ടാക്കിയോ വീട്ടുകാരി ഉണർത്തും. വാതിൽ തുറപ്പിക്കും. ശേഷം ആക്രമിച്ചകത്തു കയറി സ്വർണം, പണം എന്നിവയുൾപ്പെടെ മോഷ്ടിക്കും. തിരുച്ചിറപ്പള്ളിക്കടുത്ത തിരുട്ടുഗ്രാമമാണ് കുറുവാ സംഘത്തിന്റെ സ്വന്തം നാടെങ്കിലും ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരല്ല. ചെറിയ ജോലികളുമായി പകൽ ചുറ്റിക്കറങ്ങുകയും രാത്രി മോഷണം നടത്തുകയും ചെയ്യുന്ന കുറുവാ സംഘം തമ്പടിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ്. തമിഴ്നാട് ഇന്റലിജൻസ് വിഭാഗമാണ് ഈ മോഷണ സംഘത്തിന് കുറുവ എന്ന പേര് നൽകിയത്. തമിഴ്നാട്ടിലെ പല തിരുട്ടുഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പാരമ്പര്യമായി കൈമാറി വന്ന മോഷണ തന്ത്രങ്ങളാണ് ഇവരുടെ കൈമുതൽ. ഏതിരുട്ടിലും പതുങ്ങിയെത്തുന്ന ഇവരെ സംബന്ധിച്ച് പേടിയെന്നൊന്നില്ല. മോഷണത്തിനായി കൊല്ലാൻ പോലും മടിയില്ല. മോഷണം തൊഴിലും ലഹരിയുമാക്കിയവർ. കേരളത്തിൽ സ്ത്രീകൾ സ്വർണം ധരിക്കുന്നത് കൂടുതലായതിനാലാണ് കുറുവാ സംഘം മോഷണത്തിനായി ഇവിടം തെരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സാധാരണക്കാരുടെ ഇടത്തരം വീടുകളാണ് മോഷണ ലക്ഷ്യം. വീടിന്റെ പുറം ഭാഗത്ത് താരതമ്യേന ബലം കുറഞ്ഞ വാതിലുകളാകും ഭൂരിഭാഗം വീടുകൾക്കും. അതുകൊണ്ട് തന്നെ അടുക്കള ഭാഗമാണ് വീടിനകത്ത് കയറാൻ തെരഞ്ഞെടുക്കുന്നത്. ശബരിമല സീസൺ മുതലെടുത്താണ് ഇപ്പോഴത്തെ മോഷണമെന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു പറയുന്നത്. വേഷം മാറുന്നതിനടക്കം ഇതൊരു സൗകര്യമായി കണക്കാക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എളുപ്പത്തിൽ നാടുവിടാൻ വേണ്ടി താമസിക്കാൻ തെരഞ്ഞെടുക്കുന്നതാകട്ടെ റെയിൽവേ സ്റ്റേഷനുകളോട് ചേർന്ന സ്ഥലങ്ങളും. കുറുവാ സംഘത്തെ നേരിടാൻ ഭയം വേണ്ട, ജാഗ്രത മതി. രാത്രികാലങ്ങളിൽ വീടും പരിസരവും ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. വാതിലും ജനലുകളും അടച്ചെന്ന് ഉറപ്പുവരുത്തണം. അസാധാരണ ചലനങ്ങളോ ശബ്ദങ്ങളോ കേട്ടാൽ നാട്ടുകാരെയോ പോലീസിനെയോ വിളിക്കാം. രാത്രിയിൽ ഹെഡ്സെറ്റോ മറ്റോ വച്ച് പാട്ട് കേട്ട് അശ്രദ്ധമായിരിക്കരുത്. പകൽ സമയത്ത് വീട്ടുപരിസരത്ത് അപരിചിതരെ കണ്ടാൽ അതും ശ്രദ്ധിക്കണം. കള്ളനെ പിടിക്കാൻ പോലീസിനെ മാത്രം കാത്തിരിക്കാതെ ജനങ്ങളും അതീവ ജാഗ്രതയോടെ ഇടപെടണം. ചുറ്റുപാടും പരിസരവും സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തണം.